ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളുകൊണ്ട് ഈ ഒരു ട്രിപ്പല്ല ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അക്കൂരത്തിലോട്ടാണ്. കുറച്ച് ഗപ്പി മീനിനെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ആവശ്യമായിട്ട് പോയപ്പോഴത്തേന് പിന്നെ അതും കൂടെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷികളുടെ വകുപ്പ് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബേഡ്സിനെ അങ്ങനെ വലുതായിട്ട് നോക്കാറില്ല. പിന്നെ എപ്പോൾ ഈ ഒരു അക്വേറിയത്തിൽ വന്നാലും ഇവനെ വന്ന് കണ്ട് പാസ്സാക്കാറുണ്ട്. പിന്നെ കുറേ എലിക്കുട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മീനിൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഗപ്പിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ 2 ഗർഭിണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ കുറേ കുട്ടികളും കിട്ടുമല്ലോ. പിന്നെ ആ ചേച്ചി മീനിനെ പിടിക്കാനുള്ള മത്സരത്തിലായിരുന്നു. കാരണം അവറ്റുകൾ എന്ത് വന്നാൽ ആ വലയിലോട്ട് കയറില്ല എന്നായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ബോറടിച്ചപ്പം നമ്മുടെ ഇഗ്വാന ചേട്ടനെ നോക്കാൻ വേണ്ടി വന്നതാണ് അവൻ. ഞാൻ അന്ന് വന്നപ്പോഴും ആ ഒരു കിടപ്പ് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ സുന്ദരിയിലോട്ടാണ് കേട്ടോ വരുന്നത്. ഇവക്ക് പിന്നെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു ഷോർട്സിൽ ഇവളുണ്ട് കേട്ടോ. അന്ന് ഇവക്ക് ഇത്തിരി ജാടയിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടിട്ട് കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയ പാടെ ഒരു ചായയാണ് പറഞ്ഞത്. ഞാൻ എല്ലായിടത്തും കയറി അങ്ങനെ ചായ കുടിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചായയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ ബർഗർ ആയിരുന്നു കേട്ടോ. പിന്നെ ഷാർജയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷാർജ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ശ്വാസമുട്ടൽ പോലെയുള്ള കുറച്ച് അസ്വസ്ഥതകളുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷാർജയൊന്നും അങ്ങനെ വലുതായിട്ട് കുടിക്കാറൊന്നുമില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം. അങ്ങനെ എന്തായാലും നമ്മുടെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഷാർജ കുടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, വല്ലാത്തൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചോക്ലേറ്റ് ഷാർജയുടെ ആളാണ്. അപ്പോൾ എന്നെപ്പോലെ അതിലുള്ള ക്രേവിങ്സ് ഉള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ ഈ പനിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് കുടിക്കാൻ തോന്നുന്ന ഒരു കാര്യവും ഈ ഷാർജ തന്നെയാണ് കേട്ടോ. പക്ഷെ പറയുമ്പോൾ എല്ലാവർക്കും കോമഡി ആയിട്ട് തോന്നുമെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ അവിടെ നിന്ന് കുടിച്ചു. എന്തായാലും നമ്മുടെ മുതുക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്ന ഷാർജ തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ തന്നെ കുടിച്ച് തീർക്കണമല്ലോ. അതും ഞാൻ തന്നെ ഇതാ കുടിച്ച് തീർക്കുകയാണേ. ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ചിന്ത വീട്ടിൽ പോയി മീനിനെ എവിടെ ഇടും, എങ്ങനെ ഇടും, സെറ്റ് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നേരെ അവിടെ നമ്മളിനി വീട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നേ. എനിക്കിങ്ങനെ വൈകിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ച് കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ബേസിന് ഞാനൊരു മാസത്തിന് മുന്നേ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അത് മീനിടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തോട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുത്തപ്പോഴാണ് കേട്ടോ ഇതിലുണ്ടായിരുന്ന പെയിൻറ്റ് കംപ്ലീറ്റ് ഇളകി വരുന്നത്. പിന്നെ നമ്മുടെ തോട്ടിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ദാരിദ്ര്യമാണ്, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാരും അങ്ങനെ തോട്ടിലോട്ട് വരാറൊന്നുമില്ല കേട്ടോ. ഇനി നല്ലൊരു മഴ പെയ്താലേ നമുക്ക് തോടൊന്ന് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ കരിയിലേക്കൊന്ന് പോയിട്ട് നമ്മൾ പിന്നെ നന്നാക്കി അങ്ങ് വൃത്തിയാക്കി എടുക്കുവേ. കഴുകിയെടുത്തപ്പോഴാണ് കേട്ടോ പണി കിട്ടിയ കാര്യം മനസ്സിലായത്. വേറൊന്നുമല്ല, ഇതിൻ്റെ പാടയായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിലിടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അമ്മ കാണാതെ വേറൊരു പാത്രമൊക്കെ ഞാൻ അടിച്ചു മാറ്റി അതിലാണ് കേട്ടോ മീനിട്ടത്. ഒരിടയ്ക്ക് ഞങ്ങൾക്ക് നല്ലോണം ഗപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി തിരിച്ച് ജോലിക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയാണ് ഇതൊക്കെ നോക്കേണ്ടത്. പക്ഷേ എൻ്റെ നോട്ടക്കുറവുണ്ട്, പിന്നെ അത് നോക്കാനുള്ള മടിയുണ്ട്. അവറ്റുകളൊക്കെ ചത്തുപോയിട്ടെ. ഇപ്പോൾ അവൾ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് കുറേ മീനുകളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു മോഹമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് 2 ദിവസം ആയപ്പോൾ തന്നെ അതിൽ ഒരു ഗർഭിണി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കുഞ്ഞു മീൻകുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.